എവരിവൺ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹെൽ യൂണിവേഴ്സിറ്റി പറഞ്ഞ ഡ്രാമയുടെ പുതിയൊരു എപ്പിസോഡാണ്. സോ വീഡിയോയിലേക്ക് കിടക്കുന്ന മുന്നേ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഹൈപ്പ് എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ സെന്നയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ഹുഡിയൊക്കെ ധരിച്ചിട്ട് ഓരോ എക്സ്പെരിമെൻറ്റിന് വിധേയമായിട്ടുള്ള ആ ഒരു പെൺകുട്ടി. സോ ആ ഒരു പെൺകുട്ടീൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, എന്നിട്ട് ചോദിക്കുന്നുണ്ട് എവിടെയാണ് ആ ഹിഡൻ ആയിട്ടുള്ള ലബോറട്ടറിന്ന്. അങ്ങനെ ഇവളാണെങ്കിൽ നമ്മുടെ സെന്നിൻ്റെ കൈയും പിടിച്ചിട്ട് ഒരു കാടിൻ്റെ ഉള്ളേരിയയിലേക്ക് വരെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഭയങ്കര വെപ്രാളത്തിൽ പറയുന്നുണ്ടായിരുന്നു ഈ ഹിഡൻ ലൈബ്രറിനെ കുറിച്ചിട്ട് അവൾ പറയാൻ വരുന്നുണ്ട്. ആ ഒരു ഇടയിലാണെങ്കിൽ കൊണ്ട് നമ്മുടെ സെന്ന് പറയുന്നുണ്ട് എവിടെ ഹിഡൻ ലൈബ്രറി, ഈ കാട്ടിൽ കൊടുക്കുന്നത് എന്തിനാണ്, എവിടെയാണ് അത് ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അവളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ആ കുട്ടിയാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് വിഭ്രാന്തിയോട് കൂടിയായിരുന്നു അവിടെ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നത്. നമ്മുടെ സെന്ന് വീണ്ടും പറയുന്നുണ്ട് സമയം കളയാതെ വേഗം പറയുന്നുള്ള രീതിയിൽ. ആ ഒരു സമയത്താണ് പെട്ടെന്ന് ആ ഹുഡ് തയ്ച്ച പെൺകുട്ടിയുടെ ബാക്കിൽ കൂടെ ഒരു കൈ വന്നിട്ട് അവളുടെ കഴുത്തിലേക്ക് ഒരു കുത്തിയിട്ട് അവൾ അവിടെ കൊലപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ സെന്ന് ആകെ അലമുറ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവളുടെ കൺമുന്നിൽ വെച്ചിട്ടാണെങ്കിൽ ഈ കൊലപാതകവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നത്. അത് ചെയ്തത് വേറെ ആരുമില്ല, നിക്കിയാണ്. നിക്കിനെ അവൾ നല്ല രീതിയിൽ ചൂടാവുന്നുണ്ട്. നിക്കിനോട് ചോദിക്കും നീ എന്താ കാട്ടിക്കൂട്ടുന്നത്, നീ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ നിക്കിനോട് പറയുന്നുണ്ടായിരുന്നു നീ ആ സാറ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ വിട്ട് നടക്കുന്നതായിരിക്കും നിനക്കും അതുപോലെ തന്നെ ഞങ്ങൾക്കും നല്ലത്. നീ ഒരുപാട് ഓവർ ആവുന്നുണ്ട്, ഓരോ കാര്യത്തിൽ തലയിടപ്പെട്ടിട്ട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പോയിട്ട് നിൻ്റെ ജീവിതം തകർക്കും, ഒപ്പം ഞങ്ങളുടേതും എല്ലാം പറയുമ്പോൾ ഞങ്ങളെയും കൂടെ ചേർത്ത് പറയുന്നുണ്ടായിരുന്നു. ദയവേത് നീ നിൻ്റെ കാര്യം നോക്കി പോകുന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സെന്നിനാണെങ്കിൽ നല്ല ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സെന്ന് നല്ല രീതിയിലൊരു പഞ്ചും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ നിക്ക് നല്ല രീതിയിൽ തടയുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ നമ്മുടെ സെന്നാണെങ്കിൽ ആ ഒരു ബ്ലഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അവളുടെ കൈമായിട്ടുണ്ടായിരുന്നു. കാരണം കൺമുന്നിൽ വെച്ചിട്ടാണല്ലോ കുത്തിയത്. അപ്പോൾ നല്ല രീതിയിൽ ബ്ലഡ് തെറിക്കുകയും അതുപോലെ തന്നെ പഞ്ച് ചെയ്യാൻ നിന്നപ്പോൾ ആ ഒരു ബ്ലഡും കാര്യങ്ങളും പഞ്ച് ചെയ്തപ്പോൾ അവൾ പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ബ്ലഡും കാര്യങ്ങളൊക്കെ ഇവൾ മേത്ത് നല്ലോണം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്തോ എന്ന് നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ സാർ അവളോട് സംസാരിച്ച കാര്യങ്ങൾ നിന്നെക്കൊണ്ട് മാത്രമേ ഇവിടുന്ന് എല്ലാവരും രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. കൂടാതെ അവളോട് സാറാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ അതിൽ SSGയിലെ ആ ഒരു സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുക, കാരണം നിനക്ക് ഒരുപാട് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കൂടാതെ നമ്മുടെ സുപ്രീമോയും അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് നീ ഒരു സെക്രട്ടറി സ്ഥാനം തിരഞ്ഞെടുക്കുന്നത് നിനക്ക് നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്, അതിൽ നീ ഒരിക്കലും റിഗ്രറ്റ് അടിക്കേണ്ടി വരില്ല, ഒരുപാട് റൈറ്റ്സും കാര്യങ്ങളൊക്കെ നിനക്ക് കിട്ടും. അതുപോലെ തന്നെ അവൾ പിന്നീട് ആലോചിക്കുന്നതാണെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസ് അവളങ്ങനെ നിർബന്ധിച്ചിട്ട് നീ സാമന്തയെ പോലെയാണ്, പക്ഷെ നീ ഇവിടെ മോൺസ്റ്ററായിട്ട് ഓരോ ബിഹേവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഞങ്ങളെ കാര്യത്തിലൊന്നും ഇടപെടുന്നില്ല. അതുപോലെ തന്നെ അവൾ സാമന്തിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരുന്നു. സാമന്ത് ഇവിടെ ഒരു ന്യൂബിയായിട്ട് വന്നതായിരുന്നു, ഇവിടെ ഒരുപാട് കൊലപാതകവും കാര്യങ്ങളൊക്കെ കണ്ടു നിൽക്കാനാവാതെ ഒരുപാട് നല്ല പ്രവർത്തികളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിനെതിരെ നിന്നൊരാളാണെന്നുള്ള കാര്യം മാത്രമേ അവൾക്ക് അറിയുള്ളൂ, കൂടാതെ വേറെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ആണെങ്കിൽ അവിടെ നിന്നുള്ള കേട്ടിട്ടുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. കൂടാതെ കഴിഞ്ഞ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഹുഡി ധരിച്ച പെൺകുട്ടി പറയുന്നുണ്ടായിരുന്നു നിനക്കേ ഞങ്ങളെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുള്ളൂ, ഇങ്ങനെ ഒരുപാട് പേരെ ഇവളിങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നുണ്ട്, ഇവിടുത്തെ ആൾക്കാർ കൊല്ലാക്കൊല ചെയ്യുന്നുണ്ട്, എക്സ്പെരിമെൻറ്റ് വിധേയമാക്കുന്നുണ്ട്, നിനക്കേ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവളിങ്ങനെ മിററിൻ്റെ മുന്നിൽ ഇങ്ങനെ നോക്കി ആലോചിച്ച് നിൽക്കുന്നുണ്ട്. കാരണം എന്താണ് ഇനി ഇവളെ കൊണ്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള ആ ഒരു ആലോചനയിലായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ അവളുടെ ക്ലാസ് റൂമാണ്. അവൾ ക്ലാസ് റൂമിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ ക്ലാസ് റൂമിൽ നല്ല ഒച്ചയും ബഹളവും കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. ടീച്ചറാണെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിനോട് നല്ല രീതിയിൽ തന്നെ ഷൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് പുറത്തുനിന്ന് നടന്നു വരുന്ന ഈ സെന്നാണെങ്കിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച പറയുന്നത് എത്ര നേരം ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടെങ്കിൽ എത്ര നേരം റിപ്പീറ്റ് ചെയ്ത് നിനക്കിത് പറഞ്ഞു തരണം, നീ എന്താ ആലോചിച്ചിരിക്കുകയാണ്, അപ്പോൾ ഞാൻ പറഞ്ഞതിനൊന്നും തീരെ വിലയും കാര്യങ്ങളും നീ തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവളെ കവിളുടെ അവിടെ ഇങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണെങ്കിൽ നിങ്ങൾ മുന്നത്തെ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും, നല്ല സ്നേഹത്തോടു കൂടി ആൻസറും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് മിസ് ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ ചോദിക്കുമ്പോൾ നല്ല രീതിയിൽ ആൻസർ പറയുന്ന സ്റ്റുഡൻ്റ് ആയിരുന്നു. ഈ സ്റ്റുഡൻറ്റിനാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ട് മിസ്സിൻ്റെ കണ്ണിക്കിട്ട് കത്തിയിട്ട് കുത്തി കൊല്ലുന്നുണ്ടായിരുന്നു, കീറുന്നുണ്ടായിരുന്നു. മിസ്സാണെങ്കിൽ കരഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ സെന്നിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഇവരുടെ കൺമുന്നിൽ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമ്മുടെ സെന്നും നല്ല രീതിയിൽ ചീറുന്നുണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിൽ ഈ മിസ്സിൻ്റെ വയറ്റിലേക്ക് ഒരുപാട് തവണ കുത്തുന്നുണ്ട്, ഒരു 10-20 തവണയെങ്കിലും മിനിമം കുത്തുന്നുണ്ടായിരുന്നു കത്തിയിട്ട്. അങ്ങനെ മിസ്സിനെ അവിടെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് വേഗം ആ ഹോസ്റ്റൽ റൂമിലേക്ക് നമ്മുടെ സെന്ന് വരുന്നുണ്ടായിരുന്നു. ഇവൾക്ക് ഇതൊക്കെ ആലോചിച്ചിട്ട് സഹിക്കാനേ പറ്റുന്നില്ല, ഇവളുടെ കൺമുന്നിൽ വെച്ചിട്ടാണ് ഓരോ മരണങ്ങളും നടക്കുന്നതിനെ. അപ്പോൾ നമ്മുടെ സെന്നാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചീർന്നുണ്ടായിരുന്നു. ഇവളിവിടെ വന്ന് സ്റ്റാർട്ടിങ്ങിൽ കാണാൻ തുടങ്ങിയ കൊലപാതകം മുതൽ അവളുടെ കൺമുന്നിൽ എന്തൊക്കെ കൊലപാതകങ്ങൾ കണ്ടോ, നേരിട്ട് എന്തൊക്കെ ഫൈറ്റ് നടന്നോ അതൊക്കെ ഇവളുടെ കൺമുന്നിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടായിരുന്നു. സോ ഇതൊക്കെ എന്തുകൊണ്ട് ഇവൾക്ക് ഭയങ്കര ട്രോമ പോലെ കൊടുക്കുന്ന ഒരു സംഭവമായി മാറിയിട്ടുണ്ട്.
അങ്ങനെ നമ്മുടെ സെന്ന് നല്ല രീതിയിൽ ചീറി എന്തോ ഒരു ദൃഢനിശ്ചയം ഇവളുടെ മനസ്സിൽ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മൾ കാണുന്ന നമ്മുടെ സെന്നാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് മിയ വരുന്നുണ്ടായിരുന്നത്. എന്നിട്ട് മിയ ചോദിക്കുന്നുണ്ട്, എന്താ സെൻ നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? അല്ല ഞങ്ങളെ കൂടെ സാധാരണ ഉണ്ടാവേണ്ട ആളല്ലേ, ഇതെന്താ മാറിയിരിക്കുന്നത് ചോദിക്കുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ എവിടെയെന്ന് സെന്നും തിരിച്ച് ചോദിക്കുന്നുണ്ട്. എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവർക്കും ഒരു ഹൈ ബൈ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് എന്താ പറ്റിയത് സെൻ? നിൻ്റെ ഓരോ പ്രവൃത്തിയിലും കാര്യങ്ങളൊക്കെ മാറ്റം വന്ന് ഞങ്ങൾ കാണുന്നുണ്ട്. നീ എപ്പോഴും ഞങ്ങളെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൂടെ അങ്ങനെ നിൽക്കുന്നതൊന്നും കാണുന്നില്ലല്ലോ. നിനക്ക് എന്ത് പറ്റി സെൻ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ആ ഒരു SSG സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തതും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമുക്ക് ഒരുമിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. കൂടെ തന്നെ മിയ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടുന്നേ വേണമെന്നുള്ള രീതിയിൽ. അങ്ങനെ വരായിട്ട് വരെ ഓരോ പേഴ്സണലായിട്ടുള്ള ഫൺ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനിടയിൽ സെന്ന് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് പോകാൻ സമയമായി, കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറയുമ്പോൾ എന്ത് പറഞ്ഞു, ഓ നീ സെക്രട്ടറി ആണല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ സെക്രട്ടറിനെ കളിയാക്കുന്ന രീതിയിൽ ഒരു സംസാരം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഇവൾക്ക് അവിടുന്ന് പോകണമല്ലോ. സോ ബാക്കിയുള്ള ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഹായും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടായിരുന്നു അവൾ അവിടുന്ന് പോകുന്നുണ്ടായിരുന്നത്. ആ ഒരു സമയത്താണെങ്കിൽ ഒരു സന്തോഷത്തോടു കൂടി മിയ നോക്കുന്നുണ്ട്. ഈ ഒരു നോട്ടം ഇനി വേറെ എന്തെങ്കിലും ഉദ്ദേശത്തിലുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്താണെന്നുള്ളതൊക്കെ നമുക്ക് എന്തായാലും വഴി കണ്ടറിയാലോ. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ സുപ്രീമും അതുപോലെ തന്നെ സെന്നും കൂടെ കഫറ്റീരിയയിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഇവരിങ്ങനെ നോർമലായിട്ട് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഇവർ നടന്ന് വരുന്നിട്ട് ഇവരുടെ ഫ്രണ്ടിലായിട്ട് ഒരു ജീവൻ മരണ പോരാട്ടത്തിൽ പഠിക്കുന്ന ഒരാളെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന് ജീവനുണ്ട്, പക്ഷെ മരിക്കാനുള്ള ആ ഒരു ത്വരയും കാര്യങ്ങളും ഇല്ല. കാരണം എന്തോ ഒരു സംഭവത്താൽ വായിന്ന് പതയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. സോ ഇത് കണ്ടിട്ടാണെങ്കിൽ സുപ്രീം പറയുന്നുണ്ടായിരുന്നു, ആ നോട്ട് എടുത്തിട്ട് അതിൽ മരിച്ച പോലെ നോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവൾ പറയുന്നുണ്ടായിരുന്നു, പുള്ളിക്കാരൻ ജീവനുണ്ട്, നമ്മളൊന്ന് വിചാരിച്ചുള്ള രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നുള്ള രീതിയിൽ സെന്നു പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സുപ്രീമ പറയുന്നുണ്ടായിരുന്നു, നീ എല്ലാ കാര്യത്തിലും കയറി തലയിടല്ലേ, നീ ആരാന്നാണ് നിൻ്റെ വിചാരം? നീ വിചാരിക്കുന്ന പോലെ എല്ലാവരും നിനക്ക് രക്ഷിക്കാനൊന്നും സാധിക്കില്ല. ആ കാര്യം നീ ഒന്ന് മനസ്സിലാക്കുക, നീ ഇതൊന്നും വിട്ടു നിൽക്കുന്നത് നല്ലതെന്നും സുപ്രീമ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ഇവൾ ആലോചിക്കുന്നുണ്ടായിരുന്നു, ഈ ഒരു സെയിം ഡയലോഗ് തന്നെയാണല്ലോ മാറ്റ് ഇവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാര്യമാണെങ്കിൽ സുപ്രീമോയുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ അവൾ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിൽ ഇവളെ ക്രോസ് മാർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ മേലെ. ആ ഒരു സമയത്ത് സാറ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് സുപ്രീമ സാറിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, 10 മിനിറ്റ് ലേറ്റ് ആണല്ലോ. അപ്പോൾ സാറ് പറയുന്നുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിൽ നമ്മുടെ സെന്നിനെയും കൂടെ നോക്കിയിട്ടായിരുന്നു സാർ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നത്. എന്തൊക്കെയോ ഉള്ള രീതിയിൽ സാറ് നോട്ടം നോക്കുന്നതാണെങ്കിൽ നമ്മുടെ സുപ്രീമോ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് സാറ് പോയതിന് ശേഷം സുപ്രീമോ ചോദിക്കുന്നുണ്ടായിരുന്നു, നീയും ആ ഒരു സാറും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ള രീതിയിൽ. അപ്പോൾ അവൾ ഒന്നുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്താണെങ്കിൽ അങ്ങോട്ടേക്ക് ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടറുള്ളൊരു സ്റ്റുഡൻറ്റ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഈ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ സുപ്രീമോനോട് പറയുന്നുണ്ടായിരുന്നു, നീ അന്വേഷിച്ച ഡീറ്റെയിൽസും റെസ്പെക്റ്റ് കൊടുത്തിട്ടാണ് പറയുന്നുണ്ടായിരുന്നത്. സുപ്രീമോ അന്വേഷിച്ച ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയുള്ള ഫയലും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ സെന്നെ ചെറിയൊരു കുശുമ്പും ദേഷ്യവും എല്ലാം കൂടെ വരുന്നുണ്ട്. അവൾ ചെയ്യേണ്ട ജോലിയും കാര്യങ്ങളൊക്കെ നമ്മുടെ സുപ്രീമോ ആണെങ്കിൽ ഈ ഒരു പെൺകുട്ടീനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവരുടെ സംസാരം കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടുള്ള രീതിയിലും സംസാരം കാര്യങ്ങളൊക്കെയാണ്. ഇതൊന്നും നമ്മുടെ സെന്നിന് തീരെ പറ്റുന്നില്ല. ചെറിയ രീതിയിലൊരു പൊസസീവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നമ്മുടെ സുപ്രീമോനോടും അതുപോലെ തന്നെ ഏഞ്ചലിനോടും പറയുന്നില്ല, ഇതൊക്കെ എൻ്റെ ജോലിയല്ല, ഞാൻ ചെയ്യില്ല, പിന്നെ നീ എന്തിനാ ചെയ്യുന്നത്, നീ ഇവിടുന്ന് പൊയ്ക്കോ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ സുപ്രീമോ പറയുന്നുണ്ടായിരുന്നു, അതിൻ്റെ ആവശ്യമില്ല, ഇതിന് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഏഞ്ചലിക്ക് തന്നിട്ടുണ്ടല്ലോ. സോ എന്തിനാണ് നീ ഇവിടെ ആട്ടിപ്പായിക്കുന്നത്, നീയാണ് ഇപ്പോൾ പോകേണ്ടത്, നിന്നെ മാറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും, നീ എന്തിനാ ഇവിടെ നിന്ന് മുഷിയണം എന്നുള്ള രീതിയിലൊക്കെ സുപ്രീം അവളെ കുത്തിയിട്ട് ഓരോ സംസാരവും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ട് നിൽക്കാൻ അവിടെ പറ്റില്ലല്ലോ, നമ്മുടെ സെൻ എന്തായാലും അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് എന്താ സുപ്രീമോക്ക് പറ്റിയത്, എന്നെ അവോയ്ഡാക്കിയിട്ട് ഏഞ്ചലിന് നല്ല രീതിയിൽ അടുപ്പിക്കുന്നുണ്ടല്ലോ, എന്ത് പറ്റിയെന്ന് ആലോചിക്കുന്നത് നടക്കുമ്പോൾ പെട്ടെന്നൊരു കൈ വന്നിട്ട് അവളെ വലിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിൽ ഇതൊരു ബ്ലഡി വീക്കാണല്ലോ. സോ ഏത് നേരം വേണമെങ്കിലും ആരെ വേണമെങ്കിലും കൊല്ലാനായിട്ട് സാധിക്കും. സോ ഇവളുടെ കഴുത്തിൽ കത്തി വെച്ചിട്ടായിരുന്നു ഒരുത്തൻ നിൽക്കുന്നുണ്ടായിരുന്നത്. ഇവൾക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അറിയില്ല. ആ ഒരു സമയത്താണെങ്കിൽ സുപ്രീമോയോ ആ ഒരു പെൺകുട്ടിയോ അവിടെ കൂടെ പോകുന്നുണ്ടായിരുന്നു. സുപ്രീമോ ഒന്ന് തടുക്കാൻ പോലും നിൽക്കുന്നില്ല. സാധാരണ സുപ്രീമോ ആണെങ്കിൽ അത് തടുക്കാൻ വരുമല്ലോ. ആ ഒരു സമയത്ത് ബാക്കിയുള്ള ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് നീ എന്താ ചെയ്യുന്നത്, അയ്യോ സെന്നിനെ രക്ഷിക്കുന്നുള്ള രീതിയിലൊരു സംസാരം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ സെന്നിനെ എവിടുന്നോ ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങോട്ട് എങ്ങനെയാണോ ആക്രമിച്ചത് അതുപോലെ തന്നെ തിരിച്ച് നല്ല രീതിയിൽ തന്നെ കണക്കിനെ ആക്രമിക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് അവനെ മുറിവേൽപ്പിക്കാതെ ആയിരുന്നു അവൻ ആ ഒരു ഫൈറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവനെ താഴത്തേക്ക് ഇടുന്നുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ അവൻ എന്തോ പറ്റിയെന്ന് തോന്നുന്നുണ്ട്. അവൾ ആകെ നെട്ടിട്ടോ, കാരണം അവൾ പറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവൾ ആ ഒരു ഫോഴ്സിൽ ആ ഒരു ബലം വിടുമ്പോൾ അവനവിടെ വീഴുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്താണെങ്കിൽ ഇവളിങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു, ഇവർ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള രീതിയിൽ. ആ ഒരു സമയത്താണെങ്കിൽ ഇവളുടെ കഴുത്തിലാണെങ്കിൽ ഒരു ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മാറ്റ് ശ്രദ്ധിച്ചിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള നഴ്സിംഗ് റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവരുടെ സംസാരം വെച്ച് കഴിഞ്ഞാൽ ഈ സെന്നെ എങ്ങനെയാണ് അവനെ കീഴ്പ്പെടുത്തിയത്, ഒരു മോൺസ്റ്ററൊക്കെ ചെയ്യണ പോലെ തന്നെയല്ലേ ഇവൾ ചെയ്തത്, അത് തിരിച്ചും
തുരത്തിയടിച്ച്, കാരണം ഒരു ബോയിനെ എത്രമാത്രം പ്രിവെൻറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ അത്രമാത്രം സ്ട്രോങ് ആയിട്ടാണ് നമ്മുടെ സെൻ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു മോൺസ്റ്റർ ചെയ്യുന്ന പോലെ എന്നുള്ള രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വാൻ പറഞ്ഞൊന്ന് വെറുതെ ഇരിക്കി, അവൾ അവളുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്തതല്ലേ എന്നുള്ള രീതിയിലൊക്കെ. പിന്നീടാണെങ്കിൽ ബ്ലഡി നൈറ്റ് ആണ് കാണുന്നത്. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ബ്ലഡി നൈറ്റ് നോക്കുന്നില്ല, ബ്ലഡി വീക്കായിട്ട് തന്നെ മോർണിംഗ് ഒക്കെ പരസ്പരം കൊല്ലുകയാണ് ചെയ്യുന്നുള്ളത്. സോ ഇവളാണെങ്കിൽ ആ ഒരു ബ്ലഡി നൈറ്റ് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ഇവൾ കഴിഞ്ഞ ദിവസത്തെ ഒരു കാഴ്ച ഇങ്ങനെ ആലോചിക്കുകയാണ്. ഡെയ്വ് ആണെങ്കിൽ ആ ഒരു ബ്ലഡി നൈറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ടായിരുന്നല്ലോ. എന്താ ചോദിച്ചപ്പോൾ ബ്ലഡി നൈറ്റുള്ള സമയത്തൊന്ന് ഒളിച്ചിക്കുക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് ഇവളാണെങ്കിൽ ഇവരുടെ റൂമിലേക്ക് വരുന്നുണ്ട് കേട്ടോ. സെന്ന് ഈ റൂമിലേക്ക് വരുമ്പോൾ ആരെയും കാണുന്നില്ല. അപ്പോൾ ഇവർ എവിടെ പോയി എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വാന് അവിടെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്നുള്ള രീതിയിൽ അങ്ങനെ വാനിനോട് നമ്മുടെ സെന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, ബാക്കിയുള്ളവരൊക്കെ എവിടെ, എല്ലാവരും ആരെയും കാണുന്നില്ലല്ലോ എന്ന രീതിയിൽ ചോദിക്കും പറയുന്നുണ്ടായിരുന്നു. അവരൊക്കെ പുറത്ത് പോകുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആ ഒരു നൈഫും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം ഇവർ പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ ഒരു ബ്ലഡി നൈറ്റിൽ ഇവരും ഇൻക്ലൂഡ് ആവുന്നുണ്ട്. പറഞ്ഞു ഇവർ പുറത്തേക്ക് പോയോ എന്നുള്ള രീതിയിൽ നമ്മുടെ സെന്നാണെങ്കിൽ അവർ അന്വേഷിച്ച് ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ വാന് പറയുന്നുണ്ട്, നീ അവരെ അന്വേഷിച്ച് ഇറങ്ങണ്ട, ആ ഒരു നൈഫും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം കുറച്ച് വീക്സ് ആയിട്ട് ഇവർ ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സമയത്താണെങ്കിൽ ഈ നൈഫും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതും ഇതൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻഷനോട് കൂടിയിട്ടുള്ള സെന്നെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഉടനെ തന്നെ നെക്സ്റ്റ് എപ്പിസോഡ് അപ്ലോഡ് ആക്കുന്നുണ്ടായിരിക്കും. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ വരെ വൈകിയത്. സോ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തൊന്ന് ഹൈപ്പും കൂടെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ദിസ് ഈസ് സൈനിങ് ഔട്ട്. അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.